2024-25 അധ്യയന വർഷത്തിൽ +1 പ്രവേശനത്തിന് ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം ലഭിക്കാത്ത മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ +1 പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുകയാണ്. 2023-24 അധ്യയന വർഷം സംസ്ഥാനത്താകെ 4,25,671 വിദ്യാർത്ഥികൾ SSLC പാസ്സായി ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. +1 പഠനത്തിനായി ആകെ 4,33,471 സീറ്റുകൾ മാർജിനൽ സീറ്റ് വർധന ഉൾപ്പെടെ സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലഭ്യമാണ്. സർക്കാർ എയ്ഡഡ് മേഖലയിൽ 3,78,580 സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഈ അക്കാദമിക വർഷം +1 പ്രവേശനത്തിൽ സീറ്റ് ക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിനായി അലോട്ട്മെൻറ്റുകളുടെ തുടക്കത്തിൽ തന്നെ 2024 മെയ് മാസം 8 സർക്കാർ ഉത്തരപ്രകാരം 2023-24 വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായ ആകെ 178 ബാച്ചുകൾ തുടരുന്നതിനും മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിൻ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% മാർജിൻ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി 10% മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിൻ്റെ മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്ത് മലപ്പുറം, കാസർഗോഡ് ജില്ലയിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത ഉണ്ടെന്ന് പ്രാദേശികമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയുണ്ടായി. ഒന്നാം സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകളും ലഭ്യമായ സീറ്റുകളും വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കുന്നത് ഉചിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് വിദ്യാലയങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. 2024-25 വർഷത്തെ ഹയർ സെക്കൻഡറി മേഖലയിലെ വിദ്യാഭ്യാസ ആവശ്യകത സംബന്ധിച്ച് സംസ്ഥാനതല സമിതി, ഇത് സംബന്ധിച്ച റീജിയണൽ സമിതികൾ ലഭ്യമാക്കിയ വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ സമിതി ഇനി പറയുന്ന ശുപാർശകൾ സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 74 സർക്കാർ സ്കൂളുകളിലായി 120 ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാവുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ 18 സർക്കാർ സ്കൂളുകളിലായി 18 ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കാവുന്നതാണ്. ഇനി പറയും പ്രകാരം താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഉചിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ 59 ബാച്ചുകളും കൊമേഴ്സ് കോമ്പിനേഷനിൽ 61 ബാച്ചുകളും കൂടി ആകെ 120 താൽക്കാലിക ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ അനുവദിക്കുന്നത് നിലവിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ ഉതകുന്നതാണ്. 59 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളിലൂടെ ഒരു ബാച്ചിന് 60 എന്ന ക്രമത്തിൽ 3,480 സീറ്റുകളും 61 കൊമേഴ്സ് ബാച്ചുകളിലൂടെ 3,720 സീറ്റുകൾ ലഭ്യമാണ്. മലപ്പുറം ജില്ലയിലെ പുറമെ കാസർഗോഡ് ജില്ലയിലും വിവിധ താലൂക്കുകളിൽ സീറ്റുകളുടെ കുറവുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ഒരു സയൻസ് ബാച്ചും 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 13 കൊമേഴ്സ് ബാച്ചുകളും ഉൾപ്പെടെ ആകെ 18 ബാച്ചുകളാണ് അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ പരാമർശിച്ച റിപ്പോർട്ടുകൾ പ്രകാരം മലപ്പുറം ജില്ലയിൽ 74 സർക്കാർ സ്കൂളുകളിലായി 120 ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ 18 സർക്കാർ സ്കൂളുകളിലായി 18 ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കുന്നു. ഇതോടെ +1 പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കാണുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.